തൊഴിലാളി വർഗ പ്രതിബദ്ധതയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ കൂറുമുള്ള ഒരു മനസ്സിനെ ചെങ്കൊടി കണ്ടാലും രക്തസാക്ഷി മണ്ഡപം കണ്ടാലും അറിയാതെ മുദ്രാവാക്യം വിളിച്ചു പോകും. അങ്ങനെയുള്ള ഒരു സുധാകരനാണ് ജി സുധാകരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസുമായി ഒത്തുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. ആദർശം വിട്ടൊരു കളിയില്ല, ആദർശത്തിലൊരു വ്യത്യാസവുമില്ല. പിന്നെ എന്താ ഉണ്ടായത്? പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ച സമയത്ത് ഞാനില്ല എന്ന് പറഞ്ഞതല്ലേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ചതിച്ചു എന്ന് പറയുന്നത് എന്താ? ഏത് പദവിയാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? ഏത് സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ സ്ഥാനം? ഈ സുധാകരന്റെ മനസ്സതിന് വിധേയമാകില്ല എന്ന് എനിക്ക് ഓർമ്മ. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി മത്സരിക്കുന്നത്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഏറ്റവും വലിയ പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും നേരിടുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ കോൺഗ്രസിന്റെ കൂടെ പോയി ഒരു സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിന് സാധിക്കും? നല്ല ഗ്രാഹ്യത പ്രത്യയശാസ്ത്ര രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഉള്ള ഒരാൾ. പാർട്ടി പരിപാടിയോട് വിയോജിപ്പില്ല, പാർട്ടിയുടെ ആനുകാലിക രാഷ്ട്രീയ നയത്തോട് വിയോജിപ്പില്ല, സംഘടനാപരമായിട്ടുള്ള തത്വങ്ങളോട് വിയോജിപ്പില്ല എന്ന് പറയുന്ന സുധാകരന് പിന്നെ എന്തു പറ്റി? ആകെ പറ്റിയത് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് സാധാരണ നിലയിൽ കഴിയില്ല. കാരണം പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമുണ്ട്. 75 വയസ്സ് കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ള പലരും സംഘടനാ രംഗത്ത് നിന്ന് ഉത്തരവാദിത്വ പദവിയിൽ നിന്ന് ഞങ്ങളെല്ലാം ഒഴിവായത് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമായിട്ടാണ്, അല്ലാതെ ബോധപൂർവ്വം ഒഴിവാക്കിയതല്ല. ജി സുധാകരന് മാത്രം എന്തുകൊണ്ട് വിഷമത തോന്നി? ഈ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ അതിശക്തനായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവ്, ഒരു കോമ്രേഡ്, ഒരു കേഡർ എങ്ങനെ ഈ സ്ഥിതിയിലേക്ക് എത്തി? അതും ഒരു രക്തസാക്ഷി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരംഗം എങ്ങനെ ഈ രൂപത്തിൽ അധപ്പതിച്ചു? ഇത് മറുപടി പറയേണ്ടത് സുധാകരനാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അധികകാലം അദ്ദേഹത്തിന് ഇവരുമായി ബന്ധപ്പെട്ട് യോജിച്ചു പോകാൻ കഴിയില്ല. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജി സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. അതിൻ്റെ തലേ ദിവസവും ആ ദിവസവും പിറ്റേ ദിവസവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ആ സുധാകരൻ എങ്ങനെ ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 1980 കോൺഗ്രസ് രണ്ടായി, എയും ഐയുമായി. എ ഞങ്ങളുടെ കൂടെയായി. KSUവിലെ എ വിഭാഗം SFIയുമായി സഹകരിച്ചു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ഞങ്ങൾ KSU എയുമായി മുന്നണി ഉണ്ടാക്കിയതിൽ അതിശക്തമായി പ്രതിഷേധിച്ച ഒരാളാണ് ജി സുധാകരൻ. എന്നെ വിളിച്ചിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ ഈ മുന്നണി ഉണ്ടാകില്ല എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രത്തോളം കോൺഗ്രസ് വിരുദ്ധതയുള്ള സഖാവ് എങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിലെത്തി? എങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷി സഖാവ് ജി ഭുവനേശ്വരൻ്റെ പേര് ഓർക്കാൻ സാധിക്കും? കുറ്റബോധം കൊണ്ട് ഓരോ ദിവസവും അദ്ദേഹം മാനസികമായി തകരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ഞാനേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ് സഖാവ് ജി സുധാകരൻ. ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് ഒന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്രയും നല്ല മാനസിക ബന്ധങ്ങളുണ്ടായി. ആ സുധാകരൻ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുത്ത SFIയുടെ വളർച്ച KSUവിൻ്റെയും ABVPയുടെയും തകർച്ചയുടെ ഭാഗമായിട്ടാണ്. അത് നേതൃത്വം കൊടുത്ത ഒരാളാണ് സഖാവ് ജി സുധാകരൻ. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ഞങ്ങളാരും മറക്കില്ല. ഒരു രക്തസാക്ഷി കുടുംബമാണ് എന്ന് KSUക്കാർ പറയുമ്പോൾ, കോൺഗ്രസ്സുകാർ പറയുമ്പോൾ, KPCC പ്രസിഡന്റ് പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ, രമേശ് ചെന്നിത്തല പറയുമ്പോൾ ആരായിരുന്നു സുധാകരൻ്റെ അനുജനെ കൊലപ്പെടുത്തിയത്? സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം ഐക്യജനാധിപത്യ മുന്നണി
അതിനെ സംബന്ധിച്ച് പരിശോധിക്കാനും പറഞ്ഞു. പിന്നെ വലിയൊരാലോചനയുടെ ആവശ്യമില്ലല്ലോ, ഇവിടത്തേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ തന്നെ ജൂനിയറുമായ MA ബേബി അടക്കം എടുത്തെടുത്ത് പറഞ്ഞതല്ലേ. CM നേരിട്ട് വിളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് പോയി കണ്ടതല്ലേ ഇല്ലേ? ഇതിനേക്കാളപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഈ പരിഗണന? അവിടെയുള്ള പാർട്ടീൻ്റെ നേതാക്കളൊക്കെ പോയില്ല. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക. അപ്പം അദ്ദേഹം രക്തസാക്ഷികളെയാണ് ഓർക്കേണ്ടത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകും പലർക്കും. അതിന് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും. ഒരു നേരം രക്തസാക്ഷികളെ ഓർത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ പോയി കിട്ടില്ല. ഞാനൊക്കെ ചെയ്യാതെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രക്തസാക്ഷിൻ്റെ മുഖമായിരിക്കും എൻ്റെ മുമ്പിൽ ഉണ്ടാവുക. മാർച്ചിങ് കോർക്കിൻ്റെ അമ്മ വായിച്ചിട്ടുണ്ട് ഉണ്ടാവും. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.